നാളെ രാവിലെ നിങ്ങൾ കടയിൽ പോകുമ്പോൾ പാലിനും പച്ചക്കറിക്കും വില കൂടിയാൽ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ മുൻപത്തേതിനേക്കാൾ ഇരട്ടി വില കൊടുത്ത് പെട്രോൾ വാങ്ങേണ്ടി വന്നാൽ അത്ഭുതപ്പെടാനില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പെട്ടെന്ന് വന്ന് വാർത്തകളിൽ പറഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു വർഷത്തേക്ക് അനാവശ്യമായി സ്വർണം വാങ്ങരുത്, അനാവശ്യമായ വിദേശയാത്രകൾ ഒഴിവാക്കണം, IT കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് വർക്ക് ഫ്രം ഹോം ഓഫർ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു അത്. ഇത് കേട്ടപ്പോൾ പലർക്കും നെഞ്ചിടിപ്പ് കൂടി കാണും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക പോലെ വലിയൊരു തകർച്ചയിലേക്ക് പോവുകയാണോ? രാജ്യം പാപ്പരായതുകൊണ്ടോ സാമ്പത്തികമായി തകർന്നതുകൊണ്ടോ അല്ല പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത്. അങ്ങ് ദൂരെ ഗൾഫില് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറഞ്ഞ കടലിടുക്കിൽ സംഭവിച്ച പ്രശ്നങ്ങൾ വളരെ പതുക്കെ നമ്മുടെ എല്ലാം പോക്കറ്റിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ഗൾഫിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇവിടെയുള്ള സാധാരണ ഒരു മലയാളിയുടെ അടുക്കളയിലെ ചെലവുകളെയും പെട്രോൾ ബില്ലിനെയും എന്തിന് നമ്മുടെ നിക്ഷേപങ്ങളെ വരെ നേരിട്ട് ബാധിക്കാൻ പോകുന്നതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. 2026 ഫെബ്രുവരി മുതൽ അമേരിക്ക, ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിൽ വലിയ യുദ്ധം തന്നെയാണ് നടന്നത്. ഇതിന്റെ ഭാഗമായി ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. ഏകദേശം 39 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ ഒരു കടൽപാതയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത്. പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂട്ടാണിത്. അതിന്റെ കാരണം ലോകത്ത് ആകെ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 20-25% അതുപോലെ ലോകത്തെ ആകെ LNGയുടെ 20% കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിലെ എണ്ണ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട വഴി ഇതാണ്. ഏകദേശം 1600-ൽ പരം ചരക്ക് കപ്പലുകളാണ് ഈ മേഖലയിൽ കുടുങ്ങിക്കിടന്നിരുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ യുദ്ധത്തിന് മുൻപ് $70-75 വിലയുണ്ടായിരുന്ന ക്രൂഡ് ഓയിലിന് ബാരലിന് $100 മേലെ എത്തി നിൽക്കുകയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എണ്ണ പ്രതിസന്ധി ആയിട്ടാണ് വിദഗ്ധർ ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അമേരിക്ക ഇസ്രായേൽ സംഘം ഇറാനുമായി നടന്ന യുദ്ധത്തെ പറ്റിയും അതുമൂലം സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളെ പറ്റിയും ഇതിനോടകം എല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ സംഭവങ്ങൾ ഓരോന്നും എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മളുടെ ഇക്കോണമിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ക്രൂഡ് ഓയിലിന്റെ വില $100 മേലെ പോയാൽ അത് ഗൾഫിലെ മാത്രം പ്രശ്നമായി ഒതുങ്ങി നിൽക്കില്ല. അതൊരു സാമ്പത്തിക ഭൂകമ്പമായി ലോകം മൊത്തം ആഞ്ഞടിക്കും. പ്രധാനമായിട്ടും 4 രീതിയിലാണ് ഇത് ലോകത്തെ ബാധിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റം എന്ന് പറയാം. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ലോക സമ്പദ് വ്യവസ്ഥയുടെ രക്തം പോലെയാണ്. അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ചൈനയിലായാലും ഒരു ഫാക്ടറി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇന്ധനം വേണം. അവിടെ ഉണ്ടാക്കിയ സാധനങ്ങൾ ലോറിയിലും കപ്പലിലും കയറി നമ്മുടെ നാട്ടിലെ കടകളിലേക്ക് എത്തണമെങ്കിലും ഇതുപോലെ ഇന്ധനം വേണം. അതുകൊണ്ട് തന്നെ എണ്ണവില കൂടിയാൽ ലോകത്തുള്ള എല്ലാ സാധനങ്ങളുടെ വിലയിനെയും അത് ബാധിക്കും. രണ്ടാമത്തേത് ഷിപ്പിംഗ് കോസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 1600-ൽ പരം കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന്. യുദ്ധത്തിന്റെ ഭീതി കാരണം ഈ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ വാർ റിസ്ക് പ്രീമിയം എന്ന പേരിൽ വലിയൊരു തുക അധികമായി ചോദിക്കാൻ തുടങ്ങി. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നറിന് വാടകയായിട്ട് 1 ലക്ഷം രൂപയായിരുന്നു പണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഇന്നതൊരു പക്ഷേ 2-3 ലക്ഷം രൂപയാകാം. ഈ അധികം വരുന്ന തുക കപ്പലുകാരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളോ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കില്ല. പകരം നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വിലയിൽ അവരത് കൂട്ടിച്ചേർക്കും. അതായത് അവിടെ കടലിൽ കപ്പൽ കുടുങ്ങുമ്പോൾ ഇവിടെ നമ്മുടെ പോക്കറ്റിലെ പൈസയാണ് നഷ്ടപ്പെടുന്നത്. മൂന്നാമത്തേത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 2024-ലും 2025-ലും വാർത്തകളിലും മറ്റുമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അമേരിക്കയിലെ സെൻട്രൽ ബാങ്കും നമ്മുടെ RBIയും എല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പോവാണെന്ന്. ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ നമ്മുടെ എല്ലാം ലോണിനത് സഹായിക്കുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇപ്പൊ എന്ത് സംഭവിച്ചു? യുദ്ധം കാരണം എണ്ണവില കൂടി, വിലക്കയറ്റവും വന്നു. ഈ സമയത്ത് ഇനി സെൻട്രൽ ബാങ്ക് ഒരിക്കലും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല. അതുകൊണ്ട് നമ്മൾ പലരും ആഗ്രഹിച്ചിരുന്ന ആ ബെനിഫിറ്റുകളൊന്നും ഇനി പെട്ടെന്ന് കിട്ടാൻ പോകുന്നില്ല. നാലാമത്തേത് ഷെയർ മാർക്കറ്റിന്റെ തകർച്ചയാണ്. കമ്പനികൾക്ക് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ചെലവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ലാഭവും കുറയും. ലാഭം കുറയുന്ന സമയത്ത് കമ്പനികളുടെ ഷെയറിന്റെ പ്രൈസിനെയും അത് ബാധിക്കും. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ ചാഞ്ചാട്ടത്തിലാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50 ഏകദേശം 10% ഇടിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എല്ലാത്തിനും ഉപരി ഈ പ്രശ്നം പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും വീണ്ടും ഒരു റിസഷൻ അഥവാ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എത്തിപ്പെടും എന്ന ഭയത്തിലാണ് ഒട്ടുമിക്ക എല്ലാ ഇൻവെസ്റ്റേഴ്സും.
അതായത് ലോകം മുഴുവൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇതെങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നുണ്ടാവുക? നമ്മുടെ നാട്ടിലെ സ്വർണത്തിന്റെ വിലയും പെട്രോളിന്റെ വിലയും ഇനിയും കൂടുവോ? നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്കൊരു കുടുംബത്തിന്റെ കാര്യം തന്നെ നോക്കാം. ഒരു കുടുംബത്തിന് ഒരു മാസം ജീവിക്കാനായിട്ട് 100 കിലോ അരി വേണമെന്ന് വിചാരിക്കാം. അവര് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കുന്നത് 10-15 കിലോ മാത്രമേ ഉള്ളൂ എങ്കിൽ ബാക്കി വരുന്ന ഏകദേശം 85 കിലോ അരിയും അവർക്ക് പുറത്തു നിന്ന് തന്നെ വാങ്ങേണ്ടി വരും. പെട്ടെന്ന് ഒരു ദിവസം ആ കടയിലെ കടക്കാരൻ അരിയുടെ വില ഇരട്ടിയാക്കിയാൽ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ? താളം തെറ്റിപ്പോകും അല്ലെ? ഇതേ അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കാൻ 100 ലിറ്റർ ക്രൂഡ് ഓയിൽ വേണമെങ്കിൽ അതിന്റെ ഏകദേശം 88% ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തെ 3ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ഇങ്ങനെ ഗൾഫ് കൺട്രീസിൽ നിന്ന് എണ്ണ വാങ്ങുന്ന സമയത്ത് നമ്മളുടെ ഇന്ത്യൻ റുപ്പി നേരിട്ട് കൊടുത്തിട്ടല്ല നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത്. ഇന്ത്യൻ റുപ്പി ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ആ ഡോളർ കൊടുത്തിട്ടാണ് നമുക്ക് വേണ്ട എണ്ണ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടാവുക. യുദ്ധത്തിന് മുൻപ് $70 കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബാരൽ എണ്ണയ്ക്ക് ഇപ്പോ നമ്മൾ $100 മുകളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇപ്പോൾ കൂടുതൽ ഡോളർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഡോളർ വരുന്നത്? നമ്മുടെ റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ള ഫോറക്സ് റിസർവിൽ നിന്നാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ എണ്ണ വാങ്ങിക്കാനായിട്ട് വലിയ തോതിൽ നമ്മൾ ഡോളർ ചിലവാക്കുമ്പോൾ ഡോളറിന്റെ ഡിമാൻഡ് അവിടെ വലിയ രീതിയിൽ കൂടും. മാർക്കറ്റിൽ ഡോളറിന് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഇടിയുകയും ചെയ്യും. ഒരു വർഷം മുൻപ് ഏകദേശം 83 രൂപ കൊടുത്താൽ നമുക്ക് $1 കിട്ടുമായിരുന്നു. ഇന്ന് അതേ സ്ഥാനത്ത് ഏകദേശം 95 രൂപയ്ക്ക് മുകളിൽ കൊടുത്താലാണ് $1 നമുക്ക് കിട്ടുന്നത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ സാധാരണക്കാരനായ എന്നെ എങ്ങനെയാണത് ബാധിക്കുക എന്നുള്ളതിന് ലളിതമാണ് ഉത്തരം. നമ്മൾ ഇന്ത്യക്കാര് എണ്ണ മാത്രമല്ല പുറത്തുനിന്ന് വാങ്ങുന്നത്. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സ്വർണം, എന്തിനേറെ പറയുന്നു നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാം ഓയിലും സൺഫ്ലവർ ഓയിലും വരെ വലിയൊരു ശതമാനം പുറത്തു നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. രൂപയുടെ വില ഇടിയുമ്പോൾ പുറത്ത് ഈ സാധനങ്ങളുടെ വില കൂടിയില്ലെങ്കിൽ പോലും നമ്മൾ ഇന്ത്യക്കാര് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ചുരുക്കത്തിൽ പറഞ്ഞ രൂപയുടെ വാല്യൂ ഇടിയുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിലെ പൈസയുടെ വാല്യൂ ആണ് അവിടെ ഇടിയുന്നത്. ഇനി നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇത് നിങ്ങളെ നേരിട്ട് തന്നെ ബാധിക്കും. ഇന്ത്യൻ ഇക്കോണമി ഡൗൺ ആകുമെന്ന് കാണുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ വിറ്റൊഴിവാക്കും. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും. അതുമാത്രമല്ല, ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയിൽ അടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ വീട്ടിലടിക്കുന്ന പെയിന്റ്, വണ്ടികളുടെ ടയർ, പ്ലാസ്റ്റിക് സാധനങ്ങള്, ഇങ്ങനെ ഒട്ടുമിക്ക കുറേ സാധനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ ആണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. എണ്ണവില കൂടുമ്പോൾ ടയർ കമ്പനികളുടെയും പെയിന്റ് കമ്പനികളുടെയും ലാഭം കുറയും. അവരുടെയൊക്കെ ഷെയറിന്റെ വില താഴേക്ക് പോവുകയും ചെയ്യും. അതായത് അങ്ങ് ഗൾഫിലെ ഒരു ചെറിയ കടലിടുക്കിൽ കുറച്ച് കപ്പലുകൾ കുടുങ്ങുമ്പോൾ ഇവിടെ ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന്റെ അടുക്കളയിലെ ചെലവ് മുതൽ റോഡ് പണിയാൻ സർക്കാർ ഉപയോഗിക്കുന്ന ഫണ്ട് വരെ താളം തെറ്റിപ്പോകും. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചിലരെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സ്വന്തമായിട്ട് കാറില്ല, ഞാൻ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് അങ്ങ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നെ ബാധിക്കാൻ പോകുന്നതെന്ന്. ശരിയല്ലേ? അവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് അവസാനം ചെന്നെത്തുന്നത് സാധാരണക്കാരന്റെ അടുക്കളയിലോ. നമ്മുടെ എല്ലാം ഡെയിലി ലൈഫിനെ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും പുറത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന പാലും പച്ചക്കറികളെല്ലാം കൊണ്ടുവരുന്നത് ലോറികളിലായിരിക്കും. ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ ലോറിക്കാരുടെ ഡീസലിന്റെ ചെലവും കൂടും. അതായത് ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നു, ഡീസലിന്റെ വിലയും കൂടും. സ്വാഭാവികമായിട്ടും ലോറിക്കാരുടെ വാടക കൂടും. ഇങ്ങനെയാവുമ്പോൾ നാട്ടിലെത്തുന്ന പാലിന്റെയും പച്ചക്കറികളുടെയും എല്ലാത്തിന്റെയും വില കൂടും. കഴിഞ്ഞ മാസം സൂപ്പർ മാർക്കറ്റിൽ പോയി നിങ്ങൾ സാധനം വാങ്ങിയപ്പോൾ 4000 രൂപയാണ് കൊടുത്തതെങ്കിൽ ഇതേ സാധനം അടുത്ത മാസം വാങ്ങാനായിട്ട് ഒരു പക്ഷേ 4500 5000 രൂപയോ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. 1 ലിറ്റർ പാലിന് ഏകദേശം 3 രൂപ ഇപ്പൊ തന്നെ കൂടിയിട്ടുണ്ട്. തക്കാളിക്കും സവാളയ്ക്കും എല്ലാത്തിന്റെയും വില കൂടും. ജീവിക്കാൻ വേണ്ട സാധനങ്ങളുടെ വില ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ശമ്പളം മാത്രം അവിടെ കൂടുന്നില്ല. ഒരു സാധാരണ കുടുംബത്തെ ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടിക്കാൻ പോകുന്നത് ഇതാണ്. വിലക്കയറ്റം എന്ന് പറയുന്നത് പലചരക്ക് സാധനങ്ങളിൽ മാത്രം നിൽക്കില്ല. ജൂൺ മാസം വരെയാണ് കുട്ടികൾക്ക് സ്കൂൾ തുറക്കും. സ്കൂൾ ഫീസ്, ബുക്കുകൾ, യൂണിഫോം ഇവ വാങ്ങിക്കാൻ തന്നെ വലിയൊരു പൈസ നമ്മൾ മാറ്റി വെക്കണം. മന്ത്ലി ബഡ്ജറ്റ് ടൈറ്റ് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് അത് വലിയൊരു ബാധ്യതയായിട്ട് മാറും. പെട്രോളിന്റെ വില 110 രൂപയുടെ മേലേക്ക് എത്തി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഫാമിലി ആയിട്ടുള്ള ട്രാവലിംഗ് എല്ലാം ഒഴിവാക്കേണ്ടി വരും. പാചകം ചെയ്യാൻ ഗ്യാസ് പോലും കിട്ടാത്ത ഈ സിറ്റുവേഷനിൽ അധികം ആളുകളും ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ സ്റ്റവ് ആയിരിക്കാം. കൂടുതൽ ഉപയോഗം ഇലക്ട്രിസിറ്റി ബില്ല് കൂടാനും ഇടയാക്കും.
ഇന്ന് ഒരു ഹോം ലോണോ വെഹിക്കിൾ ലോണോ ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. എന്നാൽ ഈ പ്രതിസന്ധി വന്നതോടെ എന്താ സംഭവിക്കുന്നത്? സെൻട്രൽ ബാങ്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല. നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഹോം ലോണിന്റെ പലിശയും അവിടെ കുറയാൻ പോകുന്നില്ല. ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായാൽ ഒരു പക്ഷേ എടുത്തു വെച്ചിരിക്കുന്ന ലോണിന്റെ എല്ലാം തന്നെ പലിശ കൂടിയെന്നും വരാം. എല്ലാ ചെലവുകളും കൂടുന്ന ഈ ഒരു സമയത്ത് EMI കൂടിയാൽ ഒരു ശരാശരി ശമ്പളക്കാരന്റെ നടു ഓടിയാൻ അത് മതി. ഇനി സാധാരണക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാതാവുമ്പോൾ അവരെന്ത് ചെയ്യും? അത്യാവശ്യമല്ലാത്ത ചെലവുകളൊക്കെ വെട്ടിക്കളയാനായിട്ട് ശ്രമിക്കും. പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്നതും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഒഴിവാക്കും. ഇത് ആരെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? നമ്മുടെ നാട്ടിലെ ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളെയും ഹോട്ടലുകളെയും ബേക്കറികളെയുമാണ്. ഇത് നമ്മുടെ നാട്ടിലെ തന്നെ ക്യാഷ് ഫ്ലോനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. 50,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് 40,000 രൂപയായിരുന്നു ചിലവെങ്കിൽ 10,000 രൂപയോളം അയാൾക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുമായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി? ചെലവ് 45,000 ആയിട്ട് കൂടി, സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടും കുറഞ്ഞു. സ്വാഭാവികമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ആദ്യം നിർത്തുന്നുണ്ടാവുക. ഇതിനിടയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയി ഇക്കോണമി നശിക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടാൽ ചെയ്തു വെച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് പോലും വിറ്റൊഴിവാക്കാനായിരിക്കും പലരും ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങ് ഗൾഫിൽ പുകയുമ്പോൾ നമ്മുടെ നാട്ടിലെ അടുക്കളയിലും പോക്കറ്റിലുമാണ് തീ പിടിക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തെ ഈ വിലക്കയറ്റം പതിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്നും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പോക്കറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ സാമ്പത്തികമായി എങ്ങനെ തയ്യാറെടുക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത്രയും വലിയൊരു സാമ്പത്തിക ഭീഷണി മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ കൂടുതൽ കണ്ട ഒരു കാര്യമാണിത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പകുതി ആൾക്കാരും വലിയ പേടിയിലായി. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ സാമ്പത്തികമായി തകർന്നത് കൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ കാര്യം തന്നെ എടുക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ മാസം തന്നെ വലിയൊരു സർജറി ചെയ്യണമെന്ന് വിചാരിക്കും. അതിന് വലിയ എമൗണ്ട് ചെലവാകുമെന്ന് വിചാരിക്കും. ഇങ്ങനെ നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ നിങ്ങൾ മകൾക്ക് സ്വർണം വാങ്ങാനോ അല്ലെങ്കിൽ ദുബായിലൊരു വിദേശ യാത്രയ്ക്കോ പോകാൻ പ്ലാൻ ചെയ്യുമോ? ഇപ്പോൾ നമ്മൾ ആ യാത്രയും ട്രാവലൊക്കെ കുറച്ച് കാലത്തേക്കൊന്ന് മാറ്റി വെക്കും. എന്നിട്ട് ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യം എന്താണോ അതിനു വേണ്ടി പൈസ ചെലവാക്കും. ശരിയല്ലേ? ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റും ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ നല്ലൊരു ശതമാനവും ഇന്ത്യക്ക് പുറത്തു നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഗൾഫിൽ യുദ്ധം വന്നതുകൊണ്ട് ക്രൂഡ് ഓയിൽ വാങ്ങാൻ മുൻപത്തേതിനേക്കാൾ കൂടുതൽ ഡോളർ നമുക്ക് ചെലവാക്കേണ്ട അവസ്ഥയാണ്. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതില്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ നിന്നുപോകും. എന്നാൽ സ്വർണം അങ്ങനെയല്ല. കുറച്ച് നാളത്തേക്ക് നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ക്രൂഡ് ഓയിൽ വാങ്ങാൻ സർക്കാർ ഒരുപാട് ഡോളർ ചെലവാക്കി കഷ്ടപ്പെടുന്ന ഈ സമയത്ത് നമ്മൾ ജനങ്ങൾ വീണ്ടും സ്വർണം വാങ്ങാനും സ്വിറ്റ്സർലൻഡിലും ദുബായിലും ടൂർ പോകാനും ഡോളർ വീണ്ടും ചെലവാക്കേണ്ടി വന്നാൽ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ വലിയ രീതിയിൽ അവിടെ വീണ്ടും ഇടിയും. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനികളോട് വർക്ക് ഫ്രം ഹോം ഓഫർ പ്രൊവൈഡ് ചെയ്യാനും ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. വരാൻ പോകുന്ന ഒരു പ്രതിസന്ധിയെ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ മാത്രമാണിത്. ആവശ്യമില്ലാതെ ഡോളർ ചെലവാക്കുന്നത് കുറച്ചാൽ ക്രൂഡ് ഓയിലിന്റെ വില ഇനിയും കൂടിയാലും നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അധികം പരിക്കുകളൊന്നുമില്ലാതെ ഇത് അതിജീവിക്കാൻ കഴിയും. ഇനി ഒരു അടിയന്തര സാഹചര്യത്തിൽ നമ്മുടെ പോക്കറ്റ് കാലിയാക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോഴുള്ള ഈ അമേരിക്ക ഇറാൻ ഇഷ്യൂ സോൾവ് ആയാലും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെ ആവില്ല. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സമയമെടുക്കും. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ നശിച്ചത് കൊണ്ട് തന്നെ അതെല്ലാം റീബിൽഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തെന്ന് വരാം. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇറക്കുമതി ചെയ്ത് ജീവിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതെല്ലാം കുറെ കാലം നെഗറ്റീവായിട്ട് ബാധിക്കാനും ചാൻസ് ഉണ്ട്. വാർത്തകൾ ഓരോന്നും കണ്ട് പേടിക്കുകയല്ല വേണ്ടത്. പകരം നമ്മുടെ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് ഓടുകയാണോ ചെയ്യാറ്? അല്ലല്ലോ. അതൊരു കുട എടുത്ത് പിടിക്കും. അതേപോലെ തന്നെ സാമ്പത്തികമായി നമ്മളൊരു കുട നിവർത്തണം. ഇങ്ങനെ ലോകത്ത് നടക്കുന്ന ഈ കാര്യങ്ങൾ പതിയെ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് നുഴഞ്ഞു കയറുന്ന ഈ സമയത്ത് സാധാരണ ഒരു കുടുംബം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വരും മാസങ്ങളിൽ നിങ്ങളുടെ മന്ത്ലി ചെലവ് കൂടാൻ പോവാണ്. സൂപ്പർ മാർക്കറ്റിലെ ബില്ല് കൂടും, ഗ്യാസിന്റെ പൈസ കൂടും, ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. ശമ്പളം കൂടാതെ ഡെയിലി ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോഴുള്ള അനാവശ്യ ചെലവുകൾ ഇല്ലാതാക്കി നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മാക്സിമം പൈസ എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ എക്സ്പെൻസ് ചെക്ക് ചെയ്ത് നോക്കി അതിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നത്
അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലേക്കോ അത് നിങ്ങൾക്ക് മാറ്റിവെക്കാം. ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ എന്തെങ്കിലും അൺസർട്ടൈനിറ്റി വന്നാൽ ഈ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ വിലക്കയറ്റം വരുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് നിർത്തുക എന്നുള്ളത്. മാസം 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പാലിനും പച്ചക്കറിക്കും വില കൂടിയപ്പോൾ അതിനുവേണ്ടി SIP ക്യാൻസൽ ചെയ്യും. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. മാർക്കറ്റ് ഫോൾ ആവുന്നത് നിങ്ങളൊരു ഡിസ്കൗണ്ട് സെയിൽ പോലെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. നല്ല ക്വാളിറ്റി ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്ന ശരിയായൊരു സമയമാണിത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഓരോന്നും നിങ്ങളുടെ റിസ്കിനനുസരിച്ച് നിങ്ങളുടെ ഗോൾസിലേക്കുള്ളതാണെങ്കിൽ അത് യാതൊരു രീതിയിലും നിങ്ങൾ നിർത്തേണ്ടതില്ല. ഇങ്ങനൊരു സമയത്ത് വലിയ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കടമെടുക്കാതിരിക്കുക. വെറുതെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ലക്ഷങ്ങൾ വിലയുള്ള ഫോൺ ഇപ്പൊ വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിനും മറ്റും വലിയ ചെലവുള്ള ഈ സമയത്ത് പേഴ്സണൽ ലോൺ എടുത്ത് വിനോദയാത്രകൾക്ക് പോകുന്നതും കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക. നമുക്ക് പെട്രോളിന്റെ വിലയോ തക്കാളിയുടെ വിലയോ നിയന്ത്രിക്കാൻ കഴിയില്ല. പകരം നമ്മളുടെ പൈസ ചെലവാകുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പെട്രോളിന്റെ വില കൂടുമ്പോൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലുള്ള ഡെലിവറി ചാർജും കൂടും. ഇന്ന് 30 രൂപയാണെങ്കിൽ നാളെ അത് 60 രൂപയായേക്കാം. എപ്പോഴും ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക. ഓഫീസിൽ പോകുമ്പോൾ എപ്പോഴും സ്വന്തം കാർ എടുക്കുന്നതിന് പകരം പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ മാസം കഴിയുമ്പോൾ വലിയൊരു തുക നിങ്ങളുടെ പോക്കറ്റിൽ സേവ് ചെയ്യുന്നുണ്ടാവും. ക്രൂഡ് ഓയിലിന്റെ വില എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കില്ല. പക്ഷെ അതുവരെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പാലിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രം. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ചെറിയൊരു നെഞ്ചിടിപ്പ് തോന്നുന്നുണ്ടാവും. ഇനിയിപ്പോൾ വലിയൊരു സാമ്പത്തിക തകർച്ച വരുമോ, എൻ്റെ പൈസയൊക്കെ പോവോ എന്നുള്ള പേടി ഉണ്ടാവും. ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊന്നും ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. നമ്മൾ മനുഷ്യര് എത്ര തവണ ഇത് കണ്ടിരിക്കുന്നു, അതിനെ അതിജീവിച്ചിരിക്കുന്നു. 1990 ഗൾഫ് യുദ്ധം നടന്ന സമയം അന്നും എണ്ണവില ഇതേപോലെ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇന്ത്യയുടെ കയ്യിൽ എണ്ണ വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു. ഒടുവിൽ ഗതികെട്ട് ഇന്ത്യയുടെ സ്വന്തം റിസർവ് ബാങ്കിൽ ഉണ്ടായിരുന്ന സ്വർണം പണയം വെച്ചിട്ടാണ് ഇന്ത്യ എണ്ണ വാങ്ങിയതും രാജ്യം മുന്നോട്ട് പോയതും. അന്ന് സാമ്പത്തികപരമായി നമ്മൾ ദുർബലരായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. 2020 കോവിഡ് വന്നപ്പോഴും ലോകം അവസാനിച്ചെന്ന് പലരും വിചാരിച്ചു. സ്റ്റോക്ക് മാർക്കറ്റ് പകുതിയോളം ഇടിഞ്ഞു. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോഴും എണ്ണവില $100 കൂടിയിട്ടുണ്ടായിരുന്നു. അന്നെല്ലാം പേടിച്ച് മാർക്കറ്റിൽ നിന്ന് ഓടിപ്പോയവർക്ക് വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ക്ഷമയോടുകൂടി കാത്തിരുന്നവർക്കോ ഓരോ തവണ വലിയ വീഴ്ചയ്ക്ക് ശേഷവും ഇക്കോണമിയും സ്റ്റോക്ക് മാർക്കറ്റും പഴയതിനേക്കാൾ ഇരട്ടി സ്ട്രെങ്തിലാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ കുറച്ചു കാലം കൂടി നീണ്ടു നിന്നേക്കാം, ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. പക്ഷേ കാലക്രമേണ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് പഴയതിനേക്കാൾ സ്ട്രോങ് ആയി എല്ലാം തിരിച്ചു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ചുരുക്കി പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ സംഭവിച്ച കാര്യങ്ങൾ ഗ്ലോബൽ ഇക്കോണമിനെയും നമ്മളുടെ ഇന്ത്യൻ ഇക്കോണമിനെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. വരും ദിവസങ്ങളിൽ പെട്രോളിന്റെ വില കൂടിയേക്കാം, പച്ചക്കറിയുടെ വില കൂടിയേക്കാം, നമ്മുടെ എല്ലാവരുടെയും ഡേ ടു ഡേ ലൈഫിന്റെ എക്സ്പെൻസസും കൂടിയേക്കാം. പേടിച്ചിരിക്കാതെ ബുദ്ധിപൂർവമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമുക്കിനി വേണ്ടത്. ഇന്നു മുതൽ നിങ്ങളുടെ ഇൻകവും എക്സ്പെൻസും പ്രോപ്പറായി നിങ്ങൾ ട്രാക്ക് ചെയ്യണം. എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന പൈസ നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അനാവശ്യ ചെലവുകളും കടങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഫ്രണ്ട്സിലുമുള്ള മറ്റ് ആളുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.